ഒരു സിംഗിൾ ഇലക്ട്രിക്കൽ സോക്കറ്റിൽ നിന്നും എടുക്കുന്ന പവർ ഉപയോഗിച്ച് ഒന്നിൽ കൂടുതൽ അപ്ലയൻസസിനെ പ്രവർത്തിപ്പിക്കാൻ നാം ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രിക്കൽ ഡിവൈസാണ് ഒരു പവർ എക്സ്റ്റൻഷൻ ബോക്സ്. പല രൂപത്തിലും ഭാവത്തിലും അവയെ നമ്മുടെ വീടുകളിൽ തന്നെ കാണാൻ സാധിക്കുമെങ്കിലും ഇവയെല്ലാം ചെയ്യുന്ന പ്രവർത്തനം ഒന്ന് തന്നെയാണ്. ഇങ്ങനെയുള്ള പവർ എക്സ്റ്റൻഷൻ ബോക്സുകളെ നമ്മുടെ വീടുകളിൽ തന്നെ എങ്ങനെ നിർമ്മിച്ചെടുക്കാം എന്നാണ് നാം ഇന്ന് ഈ വീഡിയോയിലൂടെ പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത്. നോർമൽ ലോഡ്സിന് ആവശ്യമായ എക്സ്റ്റൻഷൻ ബോക്സാണ് നാം ഇന്നിവിടെ നിർമ്മിക്കുന്നത്. അതിനായി നമുക്കാവശ്യമായി വരുന്നത് ഒരു പ്ലെയിൻ സ്വിച്ച് ബോക്സും 3 കോറിൻ്റെ ഫ്ലെക്സിബിൾ കേബിളും 1.5 സ്ക്വയർ mm വയറും ആവശ്യത്തിന് 3 പിൻ സോക്കറ്റുകളും 3 പിൻ പ്ലഗും ഒപ്പം സ്വിച്ചുകളുമാണ്. ഇത് നോർമൽ ലോഡ്സിന് ആവശ്യമായ എക്സ്റ്റൻഷൻ ബോക്സ് ആയതുകൊണ്ട് തന്നെ ബോക്സിലേക്ക് പവർ നൽകുന്നതിന് വേണ്ടി 1.5 സ്ക്വയർ mm ഫ്ലെക്സിബിൾ കേബിളും ഉള്ളിൽ വരുന്ന മറ്റ് കണക്ഷൻസിന് വേണ്ടി 1.5 സ്ക്വയർ mm തന്നെ മറ്റ് 3 വയറുകളുമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഏകദേശം 16 ആംസിനുള്ളിലായാണ് 1.5 സ്ക്വയർ mm വയറിൻ്റെ കറന്റ് ക്യാരിയിങ് കപ്പാസിറ്റി വരുന്നത്. സ്വിച്ച് ബോക്സിൻ്റെ കവർ റിമൂവ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 4 3 പിൻ സോക്കറ്റുകൾ ഉപയോഗിച്ച് പവർ എടുക്കാൻ സാധിക്കുന്ന ഒരു ബോക്സാണിതെന്ന് നമുക്ക് കാണാം. അതിനാൽ ഇതിനാവശ്യമായ രീതിയിൽ ഓരോ സ്വിച്ചും 3 പിൻ സോക്കറ്റുകളും ഇതിലേക്ക് 1 by 1 ആയി പ്ലേസ് ചെയ്ത് സ്ക്രൂവിൻ്റെ സഹായത്തോടെ ടൈറ്റായി വയ്ക്കാം. കണക്ഷൻ നൽകുന്നതിന് മുൻപ് നാം ആദ്യമായി കൺസിഡർ ചെയ്യേണ്ടത് AC മെയിൻസിൽ നിന്നും വരുന്ന ഫേസ് ലൈനെയാണ്. സർക്യൂട്ടിൽ കാണുന്നത് പോലെ AC മെയിൻസിൽ നിന്നും വരുന്ന ഫേസ് ലൈൻ ഈ 4 സ്വിച്ചുകളുടെയും താഴ്ഭാഗത്തുള്ള ടെർമിനലിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. അതിനായി 1.5 സ്ക്വയർ mm ഫേസ് ലൈനെ സൂചിപ്പിക്കുന്ന റെഡ് വയർ ഉപയോഗിച്ച് ഈ ഓരോ 4 സ്വിച്ചുകളിലേക്കും കണക്ഷൻ നൽകാം. ശേഷം സ്വിച്ചിൻ്റെ അടുത്ത ടെർമിനലിൽ നിന്നുമാണ് 3 പിൻ സോക്കറ്റിൻ്റെ L എന്ന് കാണുന്ന ടെർമിനലിലേക്കായി കണക്ഷൻ നൽകേണ്ടത്. ഇതുപോലെ തന്നെയാണ് മറ്റ് 3 സോക്കറ്റുകളുമായും കണക്ഷൻ നൽകേണ്ടത്. ഇനി അടുത്തതായി AC മെയിൻസിലേക്ക് പോകുന്ന ന്യൂട്രൽ ലൈനിനെയാണ് നാം കൺസിഡർ ചെയ്യേണ്ടത്. അതായത് 3 പിൻ സോക്കറ്റുകളിൽ നിന്നും വരുന്ന ഈ ലൈനാണ് ന്യൂട്രൽ ലൈൻ. ഈ ലൈനിനെ 1.5 സ്ക്വയർ mm ബ്ലാക്ക് വയർ ഉപയോഗിച്ചാണ് ഈ 4 സോക്കറ്റുകളുടെയും അടുത്ത ടെർമിനലുമായി കണക്ട് ചെയ്യേണ്ടത്. AC മെയിൻസിൽ നിന്നും ഫേസ് ലൈൻ വഴി വരുന്ന കറണ്ട് ഏതൊരു അപ്ലയൻസസിൽ കയറിയ ശേഷമുള്ള അതിൻ്റെ റിട്ടേൺ പാത്തിനെയാണ് ന്യൂട്രൽ ലൈൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സർക്യൂട്ടിൽ പറഞ്ഞിരിക്കുന്നത് പോലെ 1.5 സ്ക്വയർ mm ഗ്രീൻ വയർ ഉപയോഗിച്ചായിരിക്കണം 3 പിൻ സോക്കറ്റിൻ്റെ എർത്ത് ടെർമിനലുമായി കണക്ഷൻ നൽകേണ്ടത്. ഇനി 3 കോർ ഫ്ലെക്സിബിൾ കേബിൾ കടക്കുന്നതിനാവശ്യമായ ഹോൾ ബോക്സിലിട്ട ശേഷം കേബിളിനെ ഹോളിലൂടെ കടത്തി ഒരു കെട്ടിട്ട് വയ്ക്കാം. കേബിൾ തിരിച്ച് പുറത്തു വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി കേബിളിൻ്റെ റെഡ് വയറിനെ സ്വിച്ചുകളുടെ ഫേസ് ലൈനുമായും ബ്ലാക്ക് വയറിനെ സോക്കറ്റുകളുടെ ന്യൂട്രൽ ലൈനുമായും ഗ്രീൻ വയറിനെ സോക്കറ്റിൻ്റെ എർത്ത് ലൈനുമായും കണക്ട് ചെയ്യാം. ഇതോടെ സ്വിച്ച് ബോക്സിൻ്റെ അകത്തായുള്ള എല്ലാ കണക്ഷൻസും കംപ്ലീറ്റ് ആയി. ഇനി സ്വിച്ച് ബോക്സിനെ ക്ലോസ് ചെയ്ത് സ്ക്രൂസിൻ്റെ സഹായത്തോടെ ടൈറ്റാക്കി വയ്ക്കാം. ഇനി അവസാനമായി വരുന്നത് 3 പിൻ പ്ലഗിനെ കേബിളുമായി കണക്ട് ചെയ്യലാണ്. അതിനായി 3 പിൻ പ്ലഗ് തുറന്ന ശേഷം കേബിളിൻ്റെ റെഡ് വയറിനെ റൈറ്റ് സൈഡിലെ ടെർമിനലുമായും ബ്ലാക്ക് വയറിനെ ലെഫ്റ്റ് സൈഡിലെ ടെർമിനലുമായും ഗ്രീൻ വയറിനെ മുകളിലത്തെ ടെർമിനലുമായും കണക്ട് ചെയ്യാം. ശേഷം പഴയതുപോലെ തന്നെ 3 പിൻ പ്ലഗിനെ ക്ലോസ് ചെയ്ത് ടൈറ്റാക്കി വയ്ക്കാം. ഇതോടെ പവർ എക്സ്റ്റൻഷൻ ബോക്സിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി. ഇനി ഇതിനെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനായി ബോക്സിൻ്റെ 3 പിൻ പ്ലഗിനെ AC മെയിൻസുമായി കണക്ട് ചെയ്ത് സ്വിച്ച് ഓൺ ആക്കിയ ശേഷം ഒരു ടെസ്റ്റർ എടുത്ത് ബോക്സിൻ്റെ ഓരോ 3 പിൻ സോക്കറ്റിൻ്റെയും ഫേസ് പോയിന്റിലായി ടച്ച് ചെയ്ത ശേഷം സ്വിച്ച് ഓൺ ആക്കി നോക്കുമ്പോൾ ടെസ്റ്റർ ഓൺ ആവുകയാണെങ്കിൽ സോക്കറ്റിൻ്റെ ഫേസ് പോയിന്റിലായി പവർ എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇനി ഏതൊരു നോർമൽ ഹോം അപ്ലയൻസസിനെയും ഈ പവർ എക്സ്റ്റൻഷൻ ബോക്സ് ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാവുന്നതാണ്. നാം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വയറുകൾക്കനുസരിച്ച് ഈ എക്സ്റ്റൻഷൻ ബോക്സിൻ്റെ മാക്സിമം കറന്റ് ക്യാരിയിങ് കപ്പാസിറ്റി 16 ആംസിന് ഉള്ളിലായാണ് വരുന്നത്. അപ്പോൾ മേൽപ്പറഞ്ഞ രീതിയിലാണ് ഒരു നോർമൽ എക്സ്റ്റൻഷൻ ബോക്സ് നിർമ്മിക്കുന്നതും അവ പ്രവർത്തിക്കുന്നതും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് എൻ്റെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.